Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Page number 158. 158 കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രെയർ ആരാ ചെയ്യുന്നേ? Good morning, ma'am. Good morning, ma'am. മോർണിംഗ്. പ്രെയർ ആരാണ്? Prayer, ma'am. Yeah. ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും മഹീതമാം ഭക്തിതന്താനമേകി അകതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി മാതൃഭൂമിക്കായി ജീവൻ ത്യജിക്കാൻ മാതൃഭൂമിക്കായി ജീവൻ ത്യജിക്കാൻ മാതൃഭൂമി തൻ ജീവിതം കാക്കാൻ ജീവിതനാഥാ നീ അനുഗ്രഹമേകൂ ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും മഹീതമാം ഭക്തി തന്താനമിന്നേകി അകതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. താങ്ക് യു മാം. ഓക്കെ. Then sign in. ഓക്കെ മാം, ഞാനാണ് സൈൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് അശ്വതി മാം. സുരമ്യ. Good morning, Ashwati ma'am. Good morning, my dear friends. I am Surimi Asnair from Kottayam. Today I am signing to Ashwati ma'am class. I am going to sing a small song. Watermelon, watermelon, pineapple, pineapple, banana, banana. Sorry, ma'am. Fruits are land. Fruits are land. I hope everyone enjoyed my song. Thank you so much. Welcome to Ashwini ma'am's class. Okay. Then thought of the day. തോട്ട് ഞാൻ പറയാം മാം. ജീന പറഞ്ഞോ. Okay. Good morning to all. Today's thought is, don't compare your life to others. There is no comparison between the sun and the moon. They shine when their time comes. As we can compare the sun and the moon because both are different and have a different purpose in life. Similarly, you are a different being and don't waste your life by comparing yourself to others. I repeat the thought. Don't compare your life to others. There is no comparison between the sun and the moon. They shine when it's their time. Thank you. Then നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? സ്കൂൾ മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റ് കുറെ പോയിന്റ്സ് എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞു മാം. ഇനിയിപ്പോ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഞാൻ സോറി കേട്ടോ, നോട്ട് ബുക്ക് എന്റെ വീട്ടിലായി പോയി, കൊണ്ടുവന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒരു പേജ് അതിനു വേണ്ടി ഒന്ന് വിടുക. ഒരു പേജ് ഗ്യാപ്പ് ഇട്ടിട്ട് നെക്സ്റ്റ് പേജ് തൊട്ട് എഴുതാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസിൽ വേറെ ഒന്നുമല്ല വരുന്നത്. അതായത് ഇലക്ട്രിക്കൽ സിസ്റ്റം ഒക്കെ വരുന്നത് ഇതിനകത്താണ്. അതായത് സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ കറണ്ട് ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ സിസ്റ്റം, അത് ട്യൂബ് ലൈറ്റ്, ഫാന്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ
എന്താ പറയാ നമ്മുടെ വെള്ളം വാട്ടർ ടാങ്കിന്റെ കാര്യങ്ങള് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസിൽ വരുന്നത്. ഇത് വിശദമായിട്ട് ആ നോട്ട് പറയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, then അടുത്തതാണ് ഓഫീസ് മെയിൻ്റെനൻസ്. ഓഫീസ് മെയിൻ്റെനൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക? പ്രധാനമായിട്ടും സ്കൂളിന്റെ ഓഫീസ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിനകത്ത് പറയുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നത്? സ്കൂളിന്റെ ഓഫീസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്തു പോവേണ്ടത്? സ്കൂളിലത്തെ ഫയൽസും കാര്യങ്ങളും. ഫയലുകൾ അല്ലെ, റെക്കോർഡുകൾ ഉണ്ടാവും ധാരാളം. ഓക്കെ ഓക്കെ, ഓഫീസ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും റെക്കോർഡ് കീപ്പിംഗ് ആണ്. ധാരാളം ഫയലുകൾ ഉണ്ട്. ആ ഫയലുകളൊക്കെ കീപ്പ് ചെയ്യേണ്ടത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്, അതും ഓഫീസ് മെയിൻ്റെനൻസിൽ. ഓക്കെ, അടുത്തതാണ് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്. എന്താണ് ഈ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്യാൻവാസ് ചെയ്യുന്നത്? പ്രചാരം, പ്രചരണം. എലക്ഷൻ ചെയ്യുന്ന സ്കൂൾ ഹെഡ് ബോയ് ഹെഡുകളൊക്കെ അതാണോ മാം? അതായത് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് എന്ന് പറയുന്നത് സ്കൂളില് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രചരണങ്ങളെയാണ് ക്യാൻവാസിങ്ങിനെയാണ് ഇത് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോ ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മെയ് കഴിയാറായി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏപ്രിൽ പകുതിയോടുകൂടി അല്ലെങ്കിൽ എന്താ പറയാ മെയ് ആദ്യത്തെ വീക്കോട് കൂടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചില സ്കൂളുകള് ക്യാൻവാസിങ് നടത്താറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ടീച്ചേഴ്സ് ഒക്കെ വീടുകൾ തോറും കയറി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ട്യൂഷൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അഡ്മിഷൻ പണ്ടത്തെ കാലത്തൊക്കെ കൂടുതലായിരുന്നു. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ക്യാൻവാസിംഗ് നടത്തുന്നുണ്ട്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സ് ചില സ്കൂളുകളിലെ ഡിവിഷൻ ഹാളും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് കുട്ടികൾ തീരെ കുറവായിട്ട് തോന്നുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ തീരെ ഇല്ലാത്ത സാഹചര്യത്തില് എന്ത് ചെയ്യാറുണ്ട്? ടീച്ചേഴ്സ് ചേർന്ന് വീടുകൾ തോറും കയറി ഇറങ്ങും. എന്നിട്ട് കുറേയധികം എന്താ പറയാ കുറേയധികം ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാന്ന് പറയും. അതായത് നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ബസ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിരിക്കും ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ചില സ്കൂളുകള് ബാഗ് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്, ബുക്കുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്, പിന്നെ അംബ്രല കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഫ്രീ സർവീസ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? കുട്ടികളെ ചേർപ്പിക്കാറുണ്ട്. ഓക്കെ, ഇതിനെയാണ് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് ആണ്. ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂളിലെ അച്ചടക്ക പരിപാലനം. അതായത് സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളായാലും ഒക്കെ എന്താണ്? സ്കൂളാകുമ്പോൾ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് എന്തായാലും അവിടെ മസ്റ്റ് ആയിട്ട് വേണം. ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് എന്ത്? ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ദെൻ പാർട്ടി ആൻഡ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്. അതായത് എന്താ പറയാ ധാരാളം ഫംഗ്ഷൻസുകളും അതുപോലെ തന്നെ മീറ്റിംഗ്സുകളൊക്കെ സ്കൂളിൽ നടക്കാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമാകുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാരന്റ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും സ്റ്റുഡൻസുമായിട്ടും മാനേജ്മെന്റുമായിട്ടും ഒക്കെ എന്താണ്? പ്രോപ്പർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ എന്തില് വരുന്നതാണ്? സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു സ്കൂൾ എങ്ങനെ മാനേജ് ചെയ്യണം ആ കാര്യങ്ങളില് ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടും. അങ്ങനെയാണ് ഒരു സ്കൂൾ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പാരന്റ്സ് ആയിട്ടും ടീച്ചേഴ്സ് ആയിട്ടും മാനേജ്മെന്റുമായിട്ടും കുട്ടികളായിട്ടൊക്കെ അതുപോലെ ഗവൺമെന്റ് അതോറിറ്റികളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്കൂൾ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുക അല്ലെ. അതായത് നമ്മൾ സ്റ്റുഡൻസിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങള് പാരന്റ്സിനെ വിളിച്ച് പറയുക അല്ലെ. ഒരു ഡേറ്റ് കോണ്ടാക്ട് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. കുട്ടികളുടെ ഒരു ഗ്രോത്ത്, അവരുടെ ഓരോ വീക്ക് പോയിന്റുകൾ ഉണ്ടാവാം, സ്കില്ലുകൾ ഉണ്ടാവാം, ഇതൊക്കെ അറിയുന്നത് കൂടുതലായിട്ടും ടീച്ചേഴ്സിനായിരിക്കും അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് പാരന്റ്സിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. പിന്നെ പാരന്റ്സിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? ടീച്ചേഴ്സിനോട് പറയാം. അതുപോലെ തന്നെ മാനേജ്മെന്റുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടാവുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ടീച്ചേഴ്സും മാനേജ്മെന്റുമായിട്ട് നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കുക.
അതുപോലെ തന്നെ ഗവൺമെന്റ് അതോറിറ്റികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. പല സ്കൂളുകളിലും ഗ്രാന്റുകളും മറ്റൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ. അതായത് സ്കൂള് പ്രവർത്തിക്കാനായിട്ട് മാനേജ്മെന്റിനോ അല്ലെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സിനെ കൊണ്ട് മാത്രം പറ്റുന്ന ഒന്നല്ല. പലതരത്തിലുള്ള അതോറിറ്റികൾ നമ്മളെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ സ്കൂള് നല്ല രീതിയിൽ ഫങ്ഷനിങ് ആയിട്ട് നടക്കുകയുള്ളൂ അല്ലെ, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്ത് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ പല ഗവൺമെന്റ് അതോറിറ്റികളുടെയും എന്ത് വേണം, സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ലാസ്റ്റ് വൺ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെ. അതായത് ഒരു സ്കൂൾ പ്രവർത്തിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ത്, പണം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾക്ക് ഏതൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന്റെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതിനും എന്താണ്, പണം ആവശ്യമാണ് അല്ലെ. പണമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? ഇല്ലല്ലേ, പണം വേണം അല്ലെ. അപ്പോ സ്കൂളിന്റെ പ്രവർത്തനത്തിന്, അതായത് സ്കൂളില് ഒരു ഫണ്ടിങ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ, ഒരു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നോട്ട്ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ, ബുക്സുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോ ബേസിക് ആയിട്ടുള്ള സ്കൂള് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിനും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് പണമാണ്. ഓക്കെ, അപ്പൊ മണി ഉണ്ടെങ്കിലാണ് നമുക്ക് സ്കൂളിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പലരിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ടാവാം. സ്കൂള് ഗവൺമെന്റ് അതോറിറ്റികളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടാവും. ഗവൺമെന്റ് ഒരു വിഹിതം കൊടുക്കാറുണ്ട് അല്ലെ, സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വിഹിതം കൊടുക്കാറുണ്ട്. അതാവാം, അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാകാം, മാനേജ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം. അപ്പൊ പലതരത്തിൽ എന്ത് വേണം, പലതരത്തില് പണത്തിന്റെ സോഴ്സസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കൂൾ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് രീതിയിൽ നടക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റിന്റെ പോയിന്റ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ചിലപ്പോൾ ചോദ്യം ചോദിക്കാം. എന്തായിരിക്കാം ചോദ്യം ചോദിക്കുന്നത്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആയിട്ട് വരുന്നതെന്ന് ചോദിക്കാം. അപ്പൊ അതിനകത്ത് ക്ലാസ് റൂം മാനേജ്മെന്റ് പെടാം, premises and building maintenance, office maintenance, canvassing and propagandas, discipline maintenance, parting function and meetings, communication, financial assistance. Okay. Then നമുക്ക് അടുത്തത് നോക്കാം. നിങ്ങളിത് വായിച്ചായിരുന്നോ കഴിഞ്ഞ ദിവസം? ഈ പേജ് വായിച്ചായിരുന്നോ? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ കേട്ടോ. ജനറലി തുടങ്ങിയിട്ട് വിത്തൗട്ട് പണിഷ്മെന്റ് വരെ ഒന്ന് റീഡ് ചെയ്യാം. അതെവിടെയായിട്ടാ മാം വിത്തൗട്ട് പണിഷ്മെന്റ്? ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണോ? ഏറ്റവും ലാസ്റ്റ് നെക്സ്റ്റ് പേജിലോട്ട് വരും. ഓക്കെ, എന്റെ ലാസ്റ്റ് പേജിൽ ലാസ്റ്റ് ആയിട്ട് കുറച്ചിങ്ങനെ ബ്ലർ ആയിട്ട് കിടക്കുന്നത്. ആണല്ലേ? ഓ ശരി. ലാസ്റ്റ് വരികയില്ല, നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല ഇവിടെ. ഷീസ് വാക്കിംഗ് ഓൺ ദ ഫുട്പാത്ത്. ഒന്ന് അവിടെ എഴുതിയെടുത്തോളൂ. ക്ലിയർ അല്ലെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. ഷീസ് വാക്കിംഗ് ഓൺ ദ ഫുട്പാത്ത്. comma, if she happens, path എന്നാണോ മാം? ഫുട്പാത്ത്, FOOTPATH, ഫുട്പാത്ത്. She happens, ma. She is walking on the footpath. If she happens to see the students making, ബാക്കി നിങ്ങൾക്ക് അറിയാലോ, ടെക്സ്റ്റ് ബുക്കിലില്ലേ, ക്വരൽസ് എന്നൊക്കെ ഇല്ലേ, ത്രെട്ടണിങ്.
Miss, happen see the student make into another make മാത്രമേ ഉള്ളൂ. അത് making. അല്ല, if 158 happen into see the student make into എന്നാണ് ചേക്കണേ. make into എന്നാണോ? ആ മേക്കിംഗ് എന്നാണ് കേട്ടോ. മേക്കിംഗ് എന്നല്ലേ? ഇപ്പൊ ഇൻറ്റു വെട്ടിട്ട് മേക്കിംഗ് ആക്കാം അല്ലെ? ആ മേക്കിംഗ് എന്നാണ്. ആ അല്ല, ഇൻറ്റു വെട്ടിട്ട് മേക്കിംഗ് ആക്കാം അല്ലെ? ആ ആ വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താണ് വായിച്ചിട്ട് മനസ്സിലായത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആരെങ്കിലും? ആര്യ, വികാസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആര്യ. യെസ് മാം. ജനറലായിട്ട് സ്കൂളില് ഒരു സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു പവർ ഉണ്ട് ടീച്ചേഴ്സിന്. അപ്പം അവര് ക്ലാസ് റൂമിൽ ഓരോ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഓരോ ലെവൽ അനുസരിച്ചാണ് ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഓരോ പാർട്ടായിട്ടാണ് അവര് വർക്കുകൾ സ്കൂളുകളിൽ കൊടുക്കുന്നത്. ഒരു സ്കൂള് മാനേജ്മെന്റ് ഒരു ടീം ഒരു ഗ്രൂപ്പായിട്ടാണ് ടീമായിട്ടാണ് വർക്കുകൾ അവരെ കൊണ്ട് ടീച്ചേഴ്സ് ചെയ്യിക്കുന്നത്. അതുപോലെ ഷെയറിംഗ് ഓഫ് ദി വർക്ക് ബി അക്യൂസ്ഡ് മാനേജ്മെന്റ് ഇൻവോൾവ്. ഓരോ വർക്കുകൾ ഓരോ ഷെയർ ചെയ്ത വർക്കിലാണ് കൊടുക്കുന്നത്. സ്കൂള് നല്ല ഓരോ സ്കൂൾ ബാക്കി കിട്ടല്ല മിസ്സേ ബാക്കി കിട്ടല്ല. ബാക്കി ആരാണ് പറയാ? എന്താണ് മനസ്സിലായത്? സാധാരണ സ്കൂളിൽ ഒരു സ്റ്റാൻഡേർഡ് അധ്യാപകർക്ക് സ്കൂളിന്റെ ഇടപാടുകൾ നിയന്ത്രിക്കാനൊക്കെ അധികാരം നൽകുന്നുണ്ട്. അതിനർത്ഥം മറ്റ് അധ്യാപകർ അതിൽ ഇൻക്ലൂഡ് അല്ല എന്നല്ല. അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും കൂടി ജോലികൾ ഒരു ടീം വർക്കായിട്ട് പങ്കുവെക്കുന്നു. പിന്നെ മാനേജ്മെന്റിന്റെ അധ്യാപകരുടെ താല്പര്യത്തിനനുസരിച്ച് ജോലികൾ വിലയിരുത്താം. പിന്നെ ഒരു സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് എൻ്റെ സ്കൂൾ എന്ന് പറയുന്നതിന്റെ ക്രെഡിറ്റ് എല്ലാവരും കൂടി ഏറ്റെടുക്കുന്നുണ്ട്. ഹലോ, കഴിഞ്ഞോ? അല്ല, മിക്ക അധ്യാപകർ ഓരോ ക്ലാസ് വിഷയത്തിലാണ് നിയമിക്കുക. അതുകൊണ്ട് അധ്യാപകർ ആദ്യത്തെ പ്രധാന കടമ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്താ പറയുക, എനിക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുള്ളൂ. ഒരു സ്കൂളിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്കൂൾ മാനേജ്മെന്റും ടീച്ചേഴ്സും കൂടി ഇൻക്ലൂഡ് ആയിട്ട് എടുക്കുന്നു. അതിന്റെ ക്രെഡിറ്റ് മുഴുവനും എല്ലാവരും കൂടി കൂടിയിട്ട് പങ്കുവെക്കുന്നു. പിന്നെ സ്കൂൾ വഴക്കും അസഭ്യം പറയലിലും പിന്നെ അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം വെക്കുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ലേ.
ഓക്കെ ഓക്കെ. വേറെ ഇനി ആരെങ്കിലും ഉണ്ടത് പറയാനായിട്ട്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന്? സുരമ്യക്ക് എന്താ മനസ്സിലായത്? സുരമ്യ? ഓക്കെ മാം. അതായത് ഒരു സ്കൂള് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ടീച്ചേഴ്സിനും മാനേജ്മെന്റിനും ഈക്വൽ ആയിട്ട് പങ്കുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു ക്ലാസ് മൊത്തം മാനേജ് ചെയ്യുന്നത് ടീച്ചേഴ്സാണ്. ആ ടീച്ചർ അല്ലെ ആ ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ആ സ്കൂളിന് നല്ലൊരു പേര് കിട്ടുക. പിന്നെ എന്തായിരുന്നു, അത്രയൊക്കെ എനിക്ക് മനസ്സിലായത് മാം. ഗ്രീഷ്മയ്ക്ക് എന്താ മനസ്സിലായത്? ഗ്രീഷ്മ? മാം ഇതൊക്കെ തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഇപ്പോ നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപോലെ ഒരു സ്കൂളിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അവര് ഈക്വൽ ആയിട്ട് പങ്കുവഹിക്കുന്നുണ്ട്. എങ്കിലും ഒരു ക്ലാസ് റൂമിന്റെ മൊത്തം ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആണ് എടുക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ടീച്ചേഴ്സും അവരുടെ എല്ലാ വർക്കും ഒരുപോലെ തന്നെ ഈക്വൽ ആയിട്ട് അവർ ടീം വർക്ക് ആയിട്ട് തന്നെ ചെയ്യണം. പിന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഷെയറിങ് എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. കൂടാതെ നമ്മൾ അതിന്റെ വോളണ്ടറി ഇൻട്രസ്റ്റ് എല്ലാം ടീച്ചേഴ്സിന്റെ കീഴിൽ, അതായത് അവരുടെ ഒരു മൊത്തം വർക്കിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് പോലെയാണ്, ഫൈനൽ ഇതുപോലെ ആയിരിക്കണം സ്കൂൾ മാനേജ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും. പിന്നെ ഒരു സ്കൂള് നല്ല രീതിയിൽ അവർക്കൊരു സ്കൂളിന് ഒരു നല്ല പേര് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും ടീച്ചേഴ്സ് ഏറ്റെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളാണ്, നമ്മളെല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നല് അവരുടെ സ്കൂളിൽ തന്നെ ഉണ്ടാവണം. പിന്നെ ക്ലാസ്സില് മോസ്റ്റ് ടീച്ചേഴ്സ് ആർ അപ്പോയിന്റഡ് ഫോർ എ ക്ലാസ് ഓർ ഫോർ എ സബ്ജക്ട്. അതായത് ഓരോ ടീച്ചേഴ്സും എല്ലാ ടീച്ചേഴ്സും ഓരോ ക്ലാസ്സില് അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഓരോ സബ്ജക്റ്റും എടുത്തിരിക്കണം, മാറി മാറി അവരെടുത്തിരിക്കണം. എല്ലാ സബ്ജക്റ്റിലും അവര് ഒരുപോലെ തന്നെ ഇത് കാണണം. പിന്നെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് അത് ടീച്ചേഴ്സിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ക്ലാസിന്റെ അകത്ത് മാത്രമല്ല ക്ലാസിന്റെ പുറത്തും ടീച്ചേഴ്സിന്റെ ഒരു കെയറിങ്ങും അതുപോലെ അവര് മറ്റു കുട്ടികളെ കെയർ ചെയ്യാനും എല്ലാത്തിനും അവർക്ക് കഴിയണം. ഇതിനെയാണ് നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും എല്ലാ സ്ഥലത്തും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. ഇവൻ അതായത് അവര് നടക്കുന്ന വഴിയിലാണെങ്കിലും നമ്മളൊരു സ്റ്റുഡന്റിനെ കാണുമ്പോഴാണെങ്കിലും അവരെ ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ടീച്ചർ തരാം ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാനത്തെ. ജനറലി വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് ഈസ് ഗിവൺ പവർ ബൈ ദ സ്കൂൾ ടു ഹാവ് control over the day-to-day transaction of the school. That it does not mean that the other teachers should define themselves within the classroom level without taking part in any of the school work. അതായത് ഒരു സ്കൂളിന്റെ ഓവറോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എപ്പോഴും അവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ? അതായത് ഹെഡ് മാസ്റ്റർ എന്ന് പറയും, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ എന്ന് പറയും. അദ്ദേഹത്തിനാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയുക സൂപ്പർവിഷൻ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളത്. അപ്പോ ഒരു സ്കൂളിന്റെ ഡേ ടു ഡേ ട്രാൻസാക്ഷന് മേൽനോട്ടം വഹിക്കുന്നതും അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യുന്നതും ആ സ്കൂളിന്റെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? മറ്റ് സ്കൂൾ വർക്കുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ മറ്റ് റെസ്പോൺസിബിലിറ്റികളിൽ നിന്നും മാറി നിൽക്കാനായിട്ട് പാടില്ല. ശരിക്കും പറഞ്ഞാൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിനെ ലീഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് പുറമെ ചില ഓഫീസ് വർക്കുകൾ അല്ലെങ്കിൽ സ്കൂൾ വർക്കുകളൊക്കെ ആർക്ക് കൊടുക്കാറുണ്ട്? അഡീഷണൽ ആയിട്ട് ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ട്. അപ്പോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും സൂപ്പർവിഷൻ കൊടുക്കുന്നതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചീഫ് ടീച്ചേഴ്സ് മീൻസ് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവര് ഡിവൈഡ് ചെയ്ത് തരുന്ന ജോലികൾ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത്
ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ഒരിക്കലും അതെന്നെ കൊണ്ട് പറ്റില്ല, ഞാനല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല, ഇതൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഹെഡ് മാസ്റ്റർ ആണെന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാറി നിൽക്കാനായിട്ട് പാടില്ല. സ്കൂളിന്റെ ഏതൊരു കാര്യം വന്നാലും, ഒരു ഫംഗ്ഷൻ വന്നു, ഫംഗ്ഷന് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, പക്ഷെ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ടീച്ചേഴ്സിനാണ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ടീച്ചേഴ്സ് മാറി നിൽക്കാറുണ്ടോ? എല്ലാവരും എല്ലാ ടീച്ചേഴ്സും മാറി നിൽക്കാറുണ്ടോ? എല്ലാ ടീച്ചേഴ്സിനെയും നമുക്ക് ഒരു ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കുന്നു, എല്ലാ ടീച്ചേഴ്സിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. പല രീതിയിലുള്ള ഡ്യൂട്ടീസ് ആയിരിക്കും അവർക്ക് കൊടുക്കുക. ചിലർക്ക് ഗേറ്റ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവാം, മറ്റു ചിലർക്ക് സ്റ്റേജ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവാം, ഇനി മറ്റു പലർക്കും ആണെങ്കിൽ കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോ പല രീതിയിലാണ് എന്ത് കൊടുക്കുക, ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും ഒരു പഠനോത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് വിചാരിക്കുക, അപ്പൊ കുറേയധികം വർക്കുകൾ ഉണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യണം, ടീച്ചേഴ്സിന് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം ഹെഡ് മാസ്റ്റർ ചെയ്യുന്ന കരുതി നമ്മള് നോക്കി നിൽക്കാനായിട്ട് പാടുള്ളതല്ല, അത് ഓരോരുത്തരുടെയും ഡ്യൂട്ടി ആയിട്ട് കണ്ടക്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. Then every teacher should share the work of the school management and make it as teamwork. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും അവർക്ക് കൊടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ നിർവഹിച്ചിരിക്കണം. അതുപോലെ തന്നെ അതൊരു ടീം വർക്ക് ആയിട്ട് കാണണം. ഓക്കെ, പരസ്പരം കുശുമ്പ്, കുന്നായ്മ, പരദൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അനുവദിക്കാനായിട്ട് പാടുള്ളതല്ല. ഒരു കാര്യം ചെയ്ത് നമ്മൾ തുടങ്ങി കഴിഞ്ഞാല് പരസ്പരം അത് എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കുക എന്നുള്ളതാണ്. അതിനകത്ത് കുറ്റവും കുറവുകളും ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പാടില്ല. ചില ടീച്ചേഴ്സ് ഉണ്ട് കുട്ടികളെ പോലെ തന്നെ പെരുമാറുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവന് കൂടുതൽ ജോലി കൊടുത്തു, എനിക്ക് കുറവ് തന്നു, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ജോലി തന്നു, അവന് കുറവ് കൊടുത്തു, അപ്പൊ ഒരു പാർഷ്യാലിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റാഫ് റൂമുകളിലും മറ്റൊക്കെ കേൾക്കാനായിട്ട് ഇടവരും. അപ്പൊ അതൊന്നും നോക്കാതെ ഒരു ടീം വർക്ക് ആയിട്ട് കണ്ട് ഓരോരുത്തർക്കും കൊടുത്ത് ജോലി ചെയ്ത് തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അതാണ് ആ ഒരു ലൈൻ പറയുന്നത് കേട്ടോ. Then the sharing of the work can be assessed by the management or by the voluntary interest among the teachers. When a school is running with a good name, everyone takes the credit of saying it is my school. So everyone should work the feeling our school. അതായത് മാനേജ്മെന്റും ഇതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഉണ്ട്. ഇവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ അവര് ഡിവൈഡ് ചെയ്ത് തരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവര് നമുക്ക് തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാല്, അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാവർക്കും പറയാം അല്ലെ, ഒരു എന്താണ്, ഇത് എന്റെ സ്കൂളാണ്, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും അഭിമാനം. ഇപ്പൊ ഒരു സ്കൂള് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഫസ്റ്റ് റാങ്കിൽ എത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അത് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ ഭയങ്കരമായിട്ട് വാർത്തയാവുകയും ആ സ്കൂളിനെ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്യാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തില് അവിടെയുള്ള ടീച്ചേഴ്സ്, അതുപോലെ തന്നെ അവിടെയുള്ള മാനേജ്മെന്റ് എല്ലാവരെയും കുറിച്ച് ആളുകൾ പുകഴ്ത്തുകയും എന്താ പറയാ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ടീച്ചേഴ്സിന് പറയാം ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ഇത് എന്റെ സ്കൂളാണ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്കൂളാണ്, ആ ഒരു ഫീലിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പൊ ടീം വർക്ക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാര്യവും വിജയത്തില് എത്തുന്നതാണ് അല്ലെ. അത് ഏത് കാര്യമായിട്ടെ, നമുക്കിപ്പോ നമ്മുടെ തന്നെ പേഴ്സണൽ ലൈഫ് എടുത്താലും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എന്താ പറയാ, ഇപ്പൊ ഒരു ടീമായിട്ട് ചെയ്യുന്ന, ഇപ്പൊ നമുക്ക് അറിയാലോ, ഇപ്പോ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുണ്ട്, ഫുട്ബോൾ കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്താണ്, അവരൊക്കെ സക്സസ്സിൽ എത്തുന്നത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അല്ലെ. ഏതൊരു സ്ഥാപനമായാലും ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ സക്സസ് ആവുക. ഒരു പ്ലാനിങ് ആൻഡ് ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോ ഒരു കാര്യം നമ്മൾ സക്സസ്സിൽ എത്തുമ്പോൾ, സ്കൂളിൻ്റെതായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ, അത് സക്സസ് ആവുമ്പോൾ ടീച്ചേഴ്സിന് അവിടെ എന്താ പറയാ അഭിമാനപൂർവ്വം പറയാനായിട്ട് സാധിക്കണം, ഇത് എന്റെ സ്കൂളാണ്, അതുപോലെ ഇത് നമ്മുടെ സ്കൂളാണ്, ആ ഒരു രീതിയിൽ പറയാനായിട്ട് പറ്റണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എന്റേത് അല്ലെങ്കിൽ നമ്മുടെ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനകത്ത് 100% എന്താ നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കുക അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്.
Then most teachers are appointed for a class for a subject. So the first main duty of the teacher is to carry out of class, that is known as classroom management. അതായത് ഒരുവിധം എല്ലാ ടീച്ചേഴ്സിനെയും ഒന്നില്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലേക്കോ ആയിരിക്കും കൊടുക്കുക, അല്ലെ? അതായത് ഇപ്പോ ടീച്ചേഴ്സിന് ചിലപ്പോൾ ഒരു ക്ലാസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് പഠിപ്പിക്കാനായിരിക്കും ആ ടീച്ചർ ആ ക്ലാസ് റൂമിൽ എത്തുക. അപ്പോ ആ ടീച്ചറുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യമാണ് പിന്നീട് വരുന്നത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടെയുള്ള ക്ലാസ് കൈകാര്യം ചെയ്യുക, കുട്ടികളെ നോക്കുക, നന്നായിട്ട് പഠിപ്പിക്കുക, അവരുടെ കാര്യത്തില് ഓരോരോ കാര്യത്തിലും സൂപ്പർവിഷൻ കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, ടീച്ചർ ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ബാക്കിയുള്ള വർക്കുകൾ എന്ത് ചെയ്യേണ്ടത്, ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സിന് സ്കൂളുകളിൽ ഡ്യൂട്ടി ഉണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഇപ്പൊ ടീച്ചേഴ്സിന് ഡ്യൂട്ടി ഉണ്ടോ സ്കൂളുകളിൽ? ഡ്യൂട്ടി ഉണ്ട് മാം. ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡ്യൂട്ടിയാണ് ടീച്ചേഴ്സിനുള്ളത്. ഇപ്പൊ അഡ്മിഷൻ എടുക്കാനും പിന്നെ ഒരാള് പറയാ, ജ്യോതിലക്ഷ്മി പറയാ. ജ്യോതിലക്ഷ്മി എന്തൊക്കെ ഡ്യൂട്ടിയാ ഉള്ളത്? ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അഡ്മിഷന്റെ ചില കാര്യങ്ങൾ ചില ടീച്ചർമാര് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോ സ്കൂളിന്റെ ഓരോ ക്ലാസ് റൂമുകൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മിസ്സുമാര് ചെല്ലുന്നുണ്ട്. അത്രേ അറിയത്തുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തും എന്താണ് സ്കൂളിൽ വർക്കിംഗ് ആയിരിക്കും. അവര് ടെക്സ്റ്റ് ബുക്കുകള് അങ്ങനെയുള്ള കാര്യങ്ങൾ, യൂണിഫോം അതൊക്കെ സപ്ലൈ ചെയ്യാനായിട്ടിരിക്കും. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ, ട്രെയിനിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോ. കാരണം അക്കാദമിക് ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പൊ നടക്കുക. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്കൂളുകളിൽ ഇപ്പോ നടക്കുന്നുണ്ടാവും. ഓക്കെ, ദെൻ എന്താ പറയാ, അടുത്തൊരു പാരഗ്രാഫ് നമുക്ക് നോക്കാം. എവറി ടീച്ചർ ഷുഡ് ടേക്ക് കെയർ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എവറിവെയർ, ഈവൻ വെൻ ഷീ ഈസ് വാക്കിംഗ് ഓൺ ഫുട്പാത്ത്. ഇഫ് ഷീ ഹാപ്പൻസ് ടു സീ ദ സ്റ്റുഡൻസ് മേക്കിംഗ് quarrels, threatening others, speaking rubbish, she can call them and after making minimum inquiries dispose of them with or without punishment. അതായത് ടീച്ചറിന്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് എന്താ, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യണം, അതുപോലെ തന്നെ ഓഫീസ് വർക്കുകളിലുള്ള കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്? ആരുടെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ? ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാ. ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പോ എന്താ പറയാ, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ടീച്ചേഴ്സിന് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഫുട്പാത്തിലൂടെ ടീച്ചർ നടന്നു പോവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ചില കുട്ടികള് എന്താ പറയാ ബഹളം ഉണ്ടാക്കുന്നത് കണ്ടു, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് കണ്ടു. എങ്ങനെയായിരിക്കണം ടീച്ചർ പ്രതികരിക്കേണ്ടത്? അതായത് നമ്മൾക്കറിയാലോ, സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ, സ്കൂൾ ബെല്ലടിച്ചു കഴിയുമ്പോൾ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകും. ഇപ്പൊ ഫുട്പാത്തിലൂടെ ചിലപ്പോൾ ഷോപ്പിലൊക്കെ കയറി വല്ല മിഠായിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സിപ്പപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടാവും. വന്നിട്ടായിരിക്കാം കൂട്ടം കൂടി നടക്കുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ പിന്നാലെ തന്നെ ആരുണ്ടാവും? ടീച്ചേഴ്സും പുറത്തു വരും അല്ലെ. അവരും അവരുടെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോ ആ ഒരു സമയത്ത് ഈ കുട്ടികൾ പരസ്പരം വഴക്ക് കൂടുന്നതോ അല്ലെങ്കിൽ പരസ്പരം മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ടീച്ചർ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്ത് ചെയ്യുന്ന ടീച്ചർ? ഇപ്പൊ തല്ലാൻ പറ്റത്തില്ലല്ലോ മാം, അതുകൊണ്ട് നേരെ അവരുടെ മാതാപിതാക്കളെ അറിയിക്കുക. അവരെ കൺട്രോൾ ചെയ്തൂടെ? അപ്പൊ തന്നെ അങ്ങനെ ചെയ്യരുത്, നിങ്ങളെല്ലാരും പിരിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ചില പിള്ളേര് കേൾക്കില്ലേ? പാരന്റ്സിനെ വിളിക്കുന്നതിനേക്കാളും മുന്നേ. അതായത് നമ്മളിപ്പോ സ്പോട്ടിലാണ് ആ കാര്യം കാണുന്നത്. മാതാപിതാക്കൾക്ക് വന്ന് ചിലപ്പോ അപ്പൊ തന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല പാരന്റ്സിന്. നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ചോദിച്ചത്. കൺട്രോൾ ചെയ്യണം മാം. അവരോട് അത് ചെയ്യരുത്, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്. അത് കേട്ടാൽ മറ്റുള്ള കുട്ടികളും കൂടെ അത് മോഡലാക്കും.
അപ്പൊ നമ്മൾ സ്കൂളിലാണ് അത് മോശം എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുക. പിന്നെ നമ്മൾ ക്ലാസ് റൂമിലാണെങ്കിൽ പിറ്റത്തെ ദിവസം കുട്ടികളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ചെയ്യരുത്, ഏത് കുട്ടികളാണെങ്കിലും. തൽക്കാലം ആ ഒരു സിറ്റുവേഷൻ മാക്സിമം അവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ആസ് എ ടീച്ചർ എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാല് അവരെ വിളിച്ചു വരുത്തുക, നമ്മുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുക. എന്നിട്ട് എന്താണ് അന്വേഷിക്കുക, ഇവിടെ എന്താണ് നടക്കുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അന്വേഷിക്കുക. അതിനുശേഷം നേരിയ രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കാമെങ്കിൽ കൊടുക്കാം, ഒന്നെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ വിടാം. ഓക്കെ. അപ്പൊ ഇക്കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും പരസ്യമായിട്ട് കുട്ടികളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തണം എന്നാണ് പറയുന്നത്. അവര് നിൽക്കുന്ന സ്ഥലത്തേക്കല്ല പോകേണ്ടത്. അവിടെ ചുറ്റും ചിലപ്പോൾ ആളുകൾ ഉണ്ടാകാം. പരസ്പരം, കാരണം ഒരു ബഹളം നടക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെ പിടിക്കുമ്പോൾ എന്താണ് ആളുകൾ നോക്കി നിൽക്കുക ഉണ്ടാവും അല്ലെ. അതായത് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്താണ് നടക്കുന്നത്, റോട്ടില്, ഫുട്പാത്തിൽ. അപ്പൊ മറ്റുള്ള ആളുകളും ഉണ്ടാവാം. അപ്പോ ഒരിക്കലും നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇൻസൾട്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക? മാം പറഞ്ഞു ഹേർട്ട് ആവും. എന്താ? അവരുടെ ജീന പറയൂ, ആദ്യം ജീന പറയൂ. അവരുടെ മനസ്സിലൊരു സങ്കടമായിരിക്കും, അത് അവരെ ഹേർട്ട് ചെയ്യും. അതെ, ഹാർട്ട് ചെയ്യും അല്ലെ. ഓക്കെ. അവർക്ക് പിന്നെയും അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടോ കുറയോ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാല്? ടെൻഡൻസി കൂടുകയുള്ളൂ. ടെൻഡൻസി കൂടുകയുള്ളൂ അല്ലേ. ഓക്കെ. ഇതുപോലെ ഒരു സ്കൂളിന്റെ ഞങ്ങൾ ബസ് കാത്തുന്നപ്പോ പുറത്ത് +2 പിള്ളേര് കച്ചറ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടാണ്. അപ്പൊ ടീച്ചർ നിങ്ങളുടെ അതിൽ എന്തോ പറഞ്ഞപ്പോ ആ കുട്ടി ഉച്ചത്ത് പറഞ്ഞു, ടീച്ചർക്ക് സ്കൂളിന്റെ ഉള്ളത്തെ കാര്യം നോക്കിയാൽ മതി, ഇവിടുത്തെ കാര്യം നോക്കണ്ട. അത്രയും ആളെ മുന്നിൽ ടീച്ചറെ ഷൗട്ട് ചെയ്യായിരുന്നു കുട്ടികള്. അതെ. അതായത് ഒരിക്കലും അവരെ പരസ്യമായിട്ട് ഇൻസൾട്ട്, വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. ഓക്കെ. ചെറിയ കുട്ടികളുടെ മനസ്സിലും മുറിവേക്കും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ എന്താ പറയാ, നമ്മള് മറ്റുള്ളവര് നിൽക്കുമ്പോൾ, അത് നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുവാണ്, അപ്പൊ നമ്മള് കുട്ടിയെ, പുറത്തുനിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മള് ഒരിക്കലും നമ്മുടെ കുട്ടിയെ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടില്ല. ചിലപ്പോ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ആ കുട്ടിയെ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തി ആ കുട്ടിയെ മാറ്റി നിർത്തി നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നീ ഇങ്ങനെ ചെയ്തില്ല, നീ എന്ത് അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാം കുട്ടിക്ക് നേരെ. അപ്പൊ കുട്ടിക്ക് കൂടുതൽ വേദന ഉണ്ടാവുക ഞാൻ ഇതിനെ കുറിച്ച് ഓർത്തിട്ടാവില്ല, മറിച്ച് അവരുടെ മുമ്പിൽ വെച്ച് അച്ഛൻ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, അതോർത്തിട്ടായിരിക്കും അവർക്ക് കൂടുതൽ അപമാനം ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും അതുപോലെ തന്നെ വലിയ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുട്ടികളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിൽ വെച്ച് എന്തെങ്കിലും ഒരു കാര്യം നടന്നെന്ന് വിചാരിക്കുക, പതുക്കെ കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുക, എന്താണ് പ്രശ്നം, എന്തിനാണ് നീ അത് ചെയ്തത്, വേണമെങ്കിൽ ചെറിയ രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കാം, പക്ഷേ അത് ആളുകളുടെ മുമ്പിൽ വെച്ചായിരിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അതൊന്ന് നോക്കുക. കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ഗിരീഷ്മ. മുമ്പ് ഞാൻ എന്റെ മക്കളോടാണെങ്കിലും ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ മുമ്പ് വെച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ നമ്മൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നു, ഇത്രയും സമയം കൊണ്ടിട്ട് എനിക്ക് ചേഞ്ച് ഉള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ എന്റെ മക്കളെ വഴക്ക് പറയുകയാണെങ്കിലും ഇപ്പൊ എനിക്ക് പുറത്തുനിന്ന് ഞാൻ അവരുടെ മുമ്പിലൊന്നും ഞാൻ ചീത്ത പറയുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ സമാധാനത്തിന് സംസാരിക്കും. ഞാൻ പറയും, മഞ്ചാടി ഇങ്ങനെ ചെയ്താൽ അമ്മയ്ക്ക് സ്നേഹം കുറയും കേട്ടോ എന്നൊക്കെ പറയുമ്പോ ആള് ഓക്കെയാണ്. ഇപ്പൊ എന്തെങ്കിലും വിളിച്ചാലൊക്കെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വേഗം പറഞ്ഞത് നമ്മൾ സ്നേഹത്തോടെ പറയുമ്പോൾ അതനുസരിക്കുന്നത് എനിക്ക് ആ ചേഞ്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് ഈ ക്ലാസ്സിലും എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് അത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റിയത് എനിക്ക് ക്ലാസ്സിന് വന്നതിന് ശേഷമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ സ്കൂളിൽ ചെന്നാലും നമ്മൾക്ക് ഒരു കുട്ടീനെ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മുടെ വീട്ടിലെ മക്കളോട് പറഞ്ഞാൽ കേൾക്കുന്നത് പോലെ തന്നെയായിരിക്കും സ്കൂളിൽ ചെന്നാല്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. നമുക്ക് ഇവിടെ നിന്ന് അത്രയും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ ചെന്നാലും എന്തായാലും നല്ല ചേഞ്ച് വരും എന്നെനിക്ക് ഈ ക്ലാസ്സിൽ കയറിയതിനു ശേഷമാണ് എനിക്കത് മനസ്സിലായത്. എനിക്ക് അതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഞാൻ ഇപ്പൊ ഈ സബ്ജക്റ്റ് ഇവിടെ പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്.
എല്ലാവർക്കും അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കും. താങ്ക് യു മിസ്. ഓക്കെ, ഗിരീഷ്മ പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. നമ്മുടെ എന്താ പറയാ, അമ്മ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ചേഞ്ച് ഉണ്ടാവും മോണ്ടിസോറി ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അത് ആ മോണ്ടിസോറി കോഴ്സ് തീർന്നു കഴിയുമ്പോൾ ഓവറോൾ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, പാർട്ട് 3 നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? പാർട്ട് 3 ഇല്ലല്ലോ, തുടങ്ങിയോ? അത് തുടങ്ങുമ്പോഴാണ് കൂടുതലായിട്ട് ചേഞ്ചസ് ഉണ്ടാവുക. ആ ഒരു മോണ്ടിസോറി മെത്തേഡ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. അതായത് നമ്മൾ എങ്ങനെയായിരുന്നോ, അതായത് നമ്മൾ ഈ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും പല വ്യത്യാസങ്ങളും കാണാനായിട്ട് പറ്റും. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക കേട്ടോ. പല കാര്യങ്ങളിലും നമുക്ക് സമാധാനം ഉണ്ടാകും, പീസ് അല്ലെ. ഭയങ്കര ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് കുട്ടികളോട് ദേഷ്യപ്പെടുന്ന ആളായിരിക്കാം, പക്ഷെ ഈ ഒരു ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്ത് ഈ ഒരു ക്ലാസ് കോഴ്സ് കഴിയുമ്പോ നിങ്ങളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോ നിങ്ങൾ പിന്നീട് മക്കളോട് ദേഷ്യപ്പെടാതെയാകും. പതുക്കെ കാര്യങ്ങൾ സമാധാനത്തിൽ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കുന്നവരായി തീരും നിങ്ങൾ. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ, ഗിരീഷ്മ പറഞ്ഞത് വളരെ ശരിയാണ്. പല കുട്ടികളും ഞങ്ങളോട് ഫീഡ്ബാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലതിലും വ്യത്യാസം വന്നു. പലരും എന്താ പറയാ അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ആളുകൾ ഉണ്ടായിരുന്നു, പലരും സൈലന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, പലരും സ്റ്റേജിൽ കയറാനായിട്ട് മടിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ ഒരു ക്ലാസ് റൂം കൊണ്ട് ഉണ്ടായതെന്നാണ് അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പാണ് കേട്ടോ. ഗിരീഷ്മയ്ക്ക് മാത്രമുള്ള ഈ ഒരു അനുഭവം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് അത്ര വലിയ മാറ്റം വന്നു തുടങ്ങിയില്ല, ചെറുതായിട്ടൊക്കെ മാറ്റം തുടങ്ങിയിട്ടുണ്ട്. എനിക്കിങ്ങനെ പിള്ളേരായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ചെറുതായിട്ട് ഇങ്ങനെ തോട്ടിത്തോട്ടി അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. മാറും കേട്ടോ. ഒരു ചേഞ്ച് ഉണ്ടാവും നമ്മുടെ കാഴ്ചപ്പാടിലും, അതുപോലെ തന്നെ നമ്മളിൽ തന്നെ ഒരു ചേഞ്ച്. അത് കൂടുതലായിട്ടും ആ അമ്മ എന്ന് പറയുന്ന നമ്മള് ഒരു അമ്മയാണെങ്കിൽ അതിലായിരിക്കും കൂടുതൽ ചേഞ്ച് വരിക. നിങ്ങൾക്ക് മനസ്സിലാവും. പാർട്ട് 3 നിങ്ങൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുമ്പോഴോ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഒരു കാര്യം മാം, ഈ ജൂൺ തൊട്ടേ ഇതില് മിക്ക പേരും ഇന്റേൺഷിപ്പിന് പോകുന്നേ. അപ്പൊ അവർക്കൊരു ഉപദേശം തരാമോ? ഞങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നൊരു ഐഡിയ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഡ്രസ്സിങ് ആയാലും എന്തൊക്കെയായാലും ഇപ്പൊ ഒന്നും അറിയത്തില്ല. അപ്പൊ ഒരു സ്കൂളിൽ പോകുമ്പോ ഞങ്ങൾ എന്തൊക്കെയാണ് കരുതേണ്ടതെന്നൊന്ന് പറഞ്ഞു തരാമോ? സ്കൂളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. തലേ ദിവസം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല, നമ്മൾക്ക് വേറൊരു ജോലിയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ചെയ്താൽ മതി അല്ലെ. സാധാരണ ഓഫീസ് വർക്കുകളൊക്കെ എങ്ങനെയാ, ചെന്നിട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റൂ അല്ലെ. അതായത് തലേ ദിവസം തന്നെ എന്ത് ചെയ്തിരിക്കണം, നന്നായിട്ട് എന്താണ് നാളെ പഠിപ്പിക്കേണ്ടത്, കുട്ടികൾക്ക് എങ്ങനെ രസകരമായിട്ട് രീതിയിൽ പഠിപ്പിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് അപ്ലൈ ചെയ്യാം, ചാർട്ടുകൾ കാണിക്കാം, അതുപോലെ തന്നെ പല പല മെത്തേഡിലൂടെ എന്ത് ചെയ്യാം നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം അല്ലെ. അപ്പൊ അവർക്ക് കൂടുതൽ രസകരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ക്ലാസ് പ്രിപ്പയർ ചെയ്യലാണ് ആദ്യത്തെ കാര്യം എന്ന് പറയും. ഓക്കെ, ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഏത് ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അവിടുത്തെ കുട്ടികളുടെ സ്വഭാവം ആദ്യം മനസ്സിലാക്കുക. ചില കുട്ടികൾ പതുങ്ങിയിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. ചില ക്ലാസ് റൂം അങ്ങനെയാണ്, ശാന്തമായിട്ടുള്ള ക്ലാസ് റൂം ആയിരിക്കും. എന്നാൽ ചില ക്ലാസ് റൂമിൽ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, എല്ലാവരും ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്ന കുട്ടികളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ക്ലാസ് റൂം എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയാ പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവാം. ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അതായത് നമ്മള് ദേഷ്യപ്പെടാൻ പാടില്ല കേട്ടോ. ജൂണില് പോവുകയാണെങ്കിൽ നല്ല ക്ഷമ വേണം. അതായത് ഫസ്റ്റ് സ്കൂളിൽ പോവല്ലേ, പിള്ളേരെല്ലാം കരഞ്ഞു പൊളിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അവരെങ്ങനെ കയ്യിലെടുക്കാന്ന് ആദ്യം കണ്ടുപിടിക്കണം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് അവിടെ എന്താ പറയാ വെട്ടിത്തിളങ്ങാനായിട്ട് സാധിക്കാം. ക്ഷമ എന്തായാലും വേണ്ട ഒരു കാര്യമാണ്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അല്ലെ. അവർ ഫ്യൂച്ചറിലേക്കുള്ള എന്താണ് വാഗ്ദാനങ്ങളാണ് ഈ കൊച്ചുകുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എത്രയും നന്നായിട്ട്, നമ്മളിപ്പോ ഒരു ക്ലാസ് നമ്മുടെ കയ്യിൽ തന്നു,
അത് പൊട്ടാതെ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുക, അതുപോലെ ആയിരിക്കണം കുഞ്ഞുങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഓരോരുത്തരെയും മനസ്സിലാക്കുക. നമുക്കറിയാൻ പറ്റും കുട്ടികൾ എങ്ങനെയാണത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറയാനായിട്ട് പറ്റില്ല. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്ന ക്ലാസ് റൂം അതനുസരിച്ചിരിക്കും നിങ്ങൾ അവിടെ കൈകാര്യം ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാല്. അപ്പോ ഇത്തരത്തിലുള്ള ആദ്യമായിട്ട് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, നിങ്ങൾക്ക് പറ്റും, എന്തായാലും നിങ്ങൾക്ക് പറ്റും. കാരണം ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടല്ലേ പോകുന്നേ. എന്തോരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ് റൂമിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോ അതൊക്കെ എന്ത് ചെയ്യുക, അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് ഇടുന്നത്. ഓക്കെ, ചിലവർക്ക് സാരി ആകാം, ചിലവർക്ക് ചുരിദാർ ആകാം. അപ്പൊ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ കംഫർട്ട്, നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ ഏത് രീതിയിലാണ് കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യാം, നന്നായിട്ട് ഡ്രസ് ചെയ്ത് പോവുക. പിന്നെ ഇവിടെ കുട്ടികൾ നമ്മുടെ ഡ്രസ്സിങ്, ചെറിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അധികം ശ്രദ്ധിച്ചെന്നൊക്കെ വരില്ല. കുറച്ചും കൂടി വലിയ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റ് സ്റ്റാഫുകളൊക്കെ നമ്മുടെ ഡ്രസ്സിങ് ശ്രദ്ധിച്ചെന്നിരിക്കും. അപ്പൊ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് പോവാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരാളെ ആദ്യത്തെ ഒരു കാഴ്ചയിലാണ് അവരെ ഇംപ്രസ് ചെയ്യിക്കുന്നത്, അല്ലെ? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത്. അപ്പോ ഈ ഇപ്പൊ സ്കൂളിലെ പ്രിൻസിപ്പൾ ആയാലും അതുപോലെ മറ്റ് ടീച്ചേഴ്സ് ആയാലും ഒക്കെ നമ്മളെ ശ്രദ്ധിക്കും നമ്മുടെ ആദ്യത്തെ വരവില്. അപ്പൊ അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ, അപ്പൊ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് നല്ല നീറ്റ് ആയിട്ട് ധരിക്കുന്ന ഡ്രസ്സ് ഏതായാലും നല്ല നീറ്റ് ആയിട്ട് ധരിക്കുക. മുടിയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. പാറി പറന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതൊക്കെ എന്താ പറയാ, ബാഡ് ഇമേജ് ആണ് ഉണ്ടാക്കുക. മുടിയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. മേക്കപ്പ് ഒന്നും അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ മേക്കപ്പ് ആണ്. നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ സിമ്പിൾ ആയിട്ടായിരിക്കണം പോകേണ്ടത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മനസ്സിലായോ? ഡ്രസ്സിംഗ് സെൻസ് ഇല്ലേ, അത് അവരാണോ പറയുമല്ലോ, നമുക്ക് അങ്ങനെ ചെയ്യാവോ? എന്താണ് ഈ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഡ്രസ്സിംഗ് സെൻസ് ഇല്ലേ, അത് സ്കൂളുകാരാണോ പറയാൻ നമ്മളെ ഇഷ്ടമാണോ എന്ന്? ചില സ്കൂളിൽ ഇങ്ങനെ പറയാറില്ല മാം, ഇങ്ങനെ വെയർ ചെയ്യണം, അവരുടെ യൂണിഫോം വെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ചില സ്കൂളിൽ ഇന്റേൺഷിപ്പിന് പോകുമ്പോ എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ, നിർബന്ധമാണോന്ന് അറിയില്ല. നമ്മുടെ ഞാനൊരു 1 ഡേ ടീച്ചേഴ്സിന്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് പോയപ്പോ ഞാൻ അവളെ കൂടെ ജസ്റ്റ് ഒന്ന് ചുമ്മാ പോയതാ. അപ്പൊ അവിടെ പറയുന്നുണ്ട് ചെറിയ മോണ്ടിസോറി പിള്ളേർക്കൊക്കെ ലൈറ്റ് കളർ ഉണ്ടായിരിക്കില്ല, ഈ പിങ്ക് ഡാർക്ക് കണ്ണിൽ കുത്താത്ത കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കണ്ടായിരുന്നു. അപ്പോഴും ഇത്ര പിള്ളേര് നമ്മൾ അട്രാക്ഷൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ ഓവറായിട്ടെല്ലാം ആവുമ്പോ പിള്ളേർക്ക് എന്തോ ഒരു ബ്രെയിനൊരു ഇത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്ന് അവിടെ. ലൈറ്റ് കളേഴ്സ് ആളൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ പിങ്ക് ലൈറ്റ് പിങ്ക് കളറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പിള്ളേരൊക്കെ പെട്ടെന്ന് അട്രാക്ഷൻ ചെയ്യുന്ന കളേഴ്സ് ആണ്. ഈ ഡാർക്ക് കട്ടും ബ്ലൂ കളറൊക്കെ ആവുമ്പോ പിള്ളേർക്ക് കണ്ണിന് ഒരു ഇറിറ്റേഷൻ കൊടുക്കുന്നതാണെന്നൊക്കെ അന്ന് അവിടെ ഇങ്ങനെ ഒരു 1 ഡേ വർക്ക്ഷോപ്പിൽ ഞങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പറയുന്നുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് വേണം. കുഞ്ഞു കുട്ടികളാവുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് അവര് അധികം എന്താ പറയാ, നമ്മളെ സൂക്ഷ്മമായിട്ട് ഭയങ്കരമായിട്ടൊന്നും നമ്മൾ ഒബ്സർവ് ചെയ്യില്ല. പക്ഷെ അവരുടെ കണ്ണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റക്ക് ആവും. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടുക, വലിയൊരു ക്ലിപ്പ് കുത്തിയിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കുക. നല്ല കല്ലൊക്കെ പിടിപ്പിച്ച് വലിയൊരു ക്ലിപ്പ്, അതായത് നമ്മുടെ മുടിയേക്കാൾ വലിപ്പമുണ്ട് ആ ക്ലിപ്പിനെന്ന് വിചാരിക്കാം. കുട്ടികളുടെ കണ്ണ് എവിടേക്കാ പോവുക പഠിക്കുമ്പോ? ആ ക്ലിപ്പിലേക്ക്. പിന്നെ നമ്മൾ വലിയൊരു മാല, അതായത് നെക്ലസ് ഇട്ടിട്ടാണ് പോയിട്ട് കയറിയത്. ഭയങ്കര വലിയ നെക്ലസ് ആണ്. അതായത് പെൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളാണ് മാല, വള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ക്ലാസ്സിലെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതിലോട്ട് എന്ത് പോകും, ശ്രദ്ധ പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് കുട്ടികളുടെ ശ്രദ്ധ നമ്മൾ പിടിച്ചിരുത്തുന്നതിന് വേണ്ടി സിമ്പിൾ ആയിട്ട് വേണം നമ്മൾ എപ്പോഴും അതായത് നമ്മൾ ഒരുങ്ങി പോകാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പൊ ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ലൈറ്റ് കളേഴ്സ് എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ടീച്ചേഴ്സിനെ സാധാരണ കാണാറില്ല. സിമ്പിൾ ആയിട്ടായിരിക്കും അവർ വരിക, അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ സാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അവർ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരു ചെയിൻ, അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ, മാല, ഒരു കമ്മൽ, സ്റ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജിമിക്ക, എന്തെങ്കിലും. അതുപോലെ തന്നെ നമ്മള് എന്താ പറയാ, നമുക്കറിയാലോ, നമ്മള് ഒരാള് അണിഞ്ഞൊരുക്കുമ്പോൾ അല്ലെങ്കിൽ റെഡി ആകുമ്പോൾ നമ്മളെ കാണാൻ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെന്ന് ഒരാൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക,
വിയർ ചെയ്ത് പോവുക. ഓക്കെ. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്റെ ഒരു ഇതാണ് കേട്ടോ. ഞാൻ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ വേറെ ചില സെന്ററിൽ പഠിപ്പിക്കാറുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് ആണ് അവിടെയൊക്കെ. അപ്പൊ അവിടെ പോകുമ്പോൾ ഞാൻ സാരിയാണ് ധരിക്കുക. എനിക്ക് കംഫർട്ടബിൾ സാരിയാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുമ്പോൾ. കാരണം സാരി ഉടുത്ത് നമ്മള് പഠിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കിട്ടുക. നമ്മുടെ തന്നെ സ്റ്റാൻഡേർഡ് ഒന്ന് കൂടിയ പോലെ തോന്നാറുണ്ട് ചില സമയത്ത്. എന്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതങ്ങനെ തോന്നിയിട്ടുണ്ടോ? സാരി പ്രിഫർ ചെയ്യണം എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് സാരി എനിക്കും സാരി. സാരി രാവിലെ ഇങ്ങനെ ഉടുത്ത് കെട്ടി പോണ്ടേ മാം? ചുരിദാറാകുമ്പോ വേഗം ഇട്ടിട്ട് ഓടാം. എന്താണ് ഒരാള് പറയൂ. നിരീക്ഷണയാണ് പറഞ്ഞത്. ഉടുക്കാൻ അറിയില്ല സാരി. എനിക്ക് ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇനിയിപ്പോ പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ഡേ നമ്മള് സാരി ഉടുത്ത് പോകാന്ന് തന്നെ വിചാരിക്കും. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മള് സമയമുണ്ടോ ഇതിന്? ഇപ്പൊ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ അങ്ങനെയാണോ നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോ ക്ലാസ് എടുക്കേണ്ടത്? ഇല്ല, നമ്മൾ സ്കൂളിന്റെ സമയത്തിനല്ല ഇവിടെ ചെല്ലുന്നേ. സ്കൂളിന്റെ സമയത്തിന് എന്നിട്ട് അത് കഴിയുമ്പോഴാണ് നമുക്ക് കഴിയുന്നത്, അങ്ങനെയാണോ? സ്കൂൾ ടൈം അവസാനിപ്പിക്കാൻ നമുക്ക് പോരാല്ലോ. അല്ലാതെ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഇത്ര സമയം ഇല്ല, രാവിലെ തുടങ്ങി ഉച്ചവരെ അങ്ങനെയില്ല. അത് ചില സ്കൂളുകള് ഡിമാൻഡ് ചെയ്യുന്ന പോലെയാണ്. അവര് പറയും എങ്ങനെയാണെന്ന്. ചില സ്കൂളുകൾ പറയും എത്ര നേരം എടുത്താൽ മതി എന്ന് പറയും. ചില സ്കൂളുകൾ വൈകുന്നേരം വരെ അവരുടെ രീതിക്കനുസരിച്ച്. കാരണം നമ്മൾ ഇന്റേൺഷിപ്പിൽ പോകുമ്പോൾ ഒരു ക്ലാസ് റൂം തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഫുൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ ആയിരിക്കും എത്തിക്കുക. അപ്പൊ എനിക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയില്ല എത്ര സമയം എന്നുള്ളത് കേട്ടോ. എന്നോട് പറഞ്ഞതേ, എന്നോട് 4 ഇവിടെ LKG 2 ബാച്ച് ഉണ്ട്, UKG 2 ബാച്ച് ഉണ്ട്. അപ്പൊ 4 ക്ലാസ്സിലും എടുക്കണം എന്നാണ് എന്നോട് മിസ് പറഞ്ഞത്. ചിലപ്പോ ഓരോ ദിവസവും 4 ക്ലാസ്സിൽ വെച്ചിട്ട് ആവുമ്പോഴേക്കും സമയം ആവുമല്ലോ. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, അറിയില്ല. ആരൊക്കെയാണ് നീ അടുത്തതായിട്ട് പോവാൻ പോകുന്നേ? ജൂണിൽ ആരൊക്കെയാ പോകുന്നേ? ഞാൻ പോകുന്നുണ്ട്. മാം റോഷിനി പോകുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട്. ആരാണ്? ആര്യ പോകുന്നുണ്ട് അല്ലേ? എനിക്ക് വീടിന്റെ അടുത്ത് തന്നെ സ്കൂള് കിട്ടി മാം. ആണല്ലേ? അപ്പൊ എനിക്ക് തൊട്ടടുത്താ. എനിക്ക് അവിടെ തന്നെ ഇന്റേൺഷിപ്പും ചെയ്യാം. ഇത് ഈ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് അവിടെ തന്നെ ജോലിക്കുള്ളൊരു തന്നിട്ടുണ്ട് അവര്. ഓക്കെ. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ചിലപ്പോ 1 മണിക്കൂറത്തെ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ അരമണിക്കൂർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ ഇന്റേൺഷിപ്പിന് പോകുമല്ലോ, അപ്പൊ അവര് പറയുന്നത് നമ്മള് സാരിയാണോ, ഏതാണ് നമുക്ക് നല്ല യോജിച്ച് കംഫർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ട് പോകുമ്പോ, ഇന്റേൺഷിപ്പിന് പോകുമ്പോ? അത് ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് ചെയ്താൽ മതി. സാരി ആണെങ്കിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണ് കേട്ടോ. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഞാൻ ടീച്ചർ ആണല്ലോ എന്നുള്ള തോന്നൽ വരും. അല്ല, എനിക്ക് സാരി എടുക്കാൻ അറിയില്ല, പക്ഷെ എന്നെ എടുക്കാൻ അറിയാം. ഇനി എത്ര ദിവസം യൂട്യൂബിലൊക്കെ ക്ലാസ് ഒക്കെ അവൈലബിൾ അല്ലേ സാരി വിയറിങ്ങിന്റെ? പിന്നെ എന്താ എത്ര പാട്? മാം, ഇപ്പൊ ജൂണിൽ പോകുന്നതാണോ അതോ ഒന്നും കൂടി കോഴ്സ് കഴിഞ്ഞിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ? എല്ലാ സമയത്തും പോണത് ഇന്നത് ബെറ്റർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സ്കൂൾ ഓപ്പൺ ആയി തുടങ്ങിയാൽ നമുക്ക് ഏത് സമയത്തും പോകാം. അതല്ല, നമ്മള് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പോണതാണോ അതോ? ഇല്ല, അങ്ങനെയില്ല. അത് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. വൈകിട്ട് സമയത്ത് നിങ്ങളോട് ചോദിക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ എന്ന്. അതിന് മാർക്ക് ഉണ്ട്. അപ്പൊ ഇപ്പൊ പോയാലും ബെറ്റർ അല്ലേ? ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങള് ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കാനുണ്ടാകും. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരിക്കും? ക്ലാസ്സുകൾ നിങ്ങൾ റെക്കോർഡ് കാണേണ്ടി വരും. റെക്കോർഡ് ക്ലാസ് കാണാമല്ലോ. ക്ലാസ്സുകൾ ജിഷ മിസ്സിനോട് ചോദിച്ചപ്പോഴേ മിസ് പറഞ്ഞ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കുറച്ചു പേര് മാത്രമേ ഇന്റേൺഷിപ്പിന് പോകാനായിട്ട് നോക്കിയിട്ടുള്ളൂ. എല്ലാവരും ജൂണിൽ പോവുകയാണെങ്കിൽ നമുക്കതൊരു സൗകര്യമായിരുന്നു. അപ്പൊ പിന്നെ കുറച്ചു പേര് റെക്കോർഡ് ഉണ്ട്, കുറച്ചു പേര് ലൈവ് ഉണ്ട്. അങ്ങനെ വരുമ്പോ ക്ലാസ് നമ്മള് നോട്ട്സിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരും. നമ്മള് പഠിക്കാനും ഇതൊക്കെ റെക്കോർഡ് ചിലപ്പോ കാണാൻ സമയവും കിട്ടിയെന്ന് വരില്ല. അപ്പൊ
എല്ലാവരും ആ ജൂണിൽ പോവുകയാണെങ്കിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഒരു 15 days 1 month അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ശ്രമിക്കും കേട്ടോ. അതാ മാം, അതാ നല്ലത്. എല്ലാരും കൂടെ ഒന്നിച്ചു പോകണമെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും റെക്കോർഡ് ക്ലാസ് സാരമില്ല മാം. നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന്. എല്ലാവരും പഠിച്ചു കഴിയുമല്ലോ, എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. നല്ലതാണ്, അതും നല്ലതാണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തു എന്താന്ന് വെച്ചാൽ എന്നിട്ട് ജിഷ മിസ്സിനോട് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ മാം, എല്ലാവരും ഒന്ന് പറയൂട്ടോ വേഗം. നമുക്കധികം സമയമില്ല, അതുകൊണ്ടിട്ടാണ്. മാം, ഞാൻ ജൂണിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, സ്കൂളിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് പെട്ടെന്നൊരു സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ വീട്ടില് പിള്ളേരുടെ അടുക്ക് നിൽക്കാൻ ആരുമില്ല. അപ്പൊ എനിക്ക് സർജറിയുടെ സമയത്തൊക്കെ വന്ന് നിന്നാണ് ചേച്ചി. അപ്പൊ എനിക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനത് മാറ്റിയത്. നിങ്ങൾ ഫസ്റ്റ് വീക്ക് തന്നെ പോകുന്നുണ്ടോ? ജൂണില് ഫസ്റ്റ് വീക്ക് തന്നെ പോകുന്നവർ എത്ര പേരുണ്ട്? ഞാനുണ്ട് മാം, ജൂൺ 2 തൊട്ട്. ഞാനും അതെ, ജൂൺ 2 തൊട്ട് പോകുന്നു. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ പോകുമ്പോ. കാരണം നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നതെങ്കിലും തലേ ദിവസം നമ്മൾ 4-5 മണിക്കൂർ എടുത്തിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക. അതൊരു എന്താ പറയാ, ഒരു ടീച്ചിങ് ഫീൽഡിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്. മാം, ആ ടീച്ചേഴ്സ് നമുക്ക് ടോപ്പിക് തരൂലേ ഏത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്? ചെയ്യാൻ പറയും. എന്തൊക്കെയാണ് അവര് നിങ്ങളോട് ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അവരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. പിന്നെ നിങ്ങളുടെ ഒരു രീതിയാണല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അവിടെ അപ്ലൈ ചെയ്യുന്നതാണോ നോക്കുന്നത്. മാം, ഈ ലെസൺ പ്ലാൻ ഇല്ലേ, ഈ ലെസൺ പ്ലാൻ നമ്മൾ ചെയ്യണ്ടേ മാം? അതെങ്ങനെ നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ നമ്മൾ അത് വൈകിട്ട് വന്നിട്ട് അത് എഴുതേണ്ടതാണോ, അല്ല തലേദിവസം തരുന്ന ഇതാണോ? അത് ലെസൺ പ്ലാൻ ശരിക്കും പറഞ്ഞാല് നിർബന്ധം മോണ്ടിസോറിയിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഇത് വന്നിട്ടില്ല മാം, ഈ ക്ലാസ് റൂമിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടല്ലോ, ഒരു ഇത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ? തന്നിട്ടുണ്ടല്ലേ? അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് കൂടുതൽ അറിയില്ല കേട്ടോ. അത് ജിഷ് ടീച്ചറോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്, ലെസൺ പ്ലാനിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ആൽഫബറ്റിക് അക്ഷരങ്ങൾ മാത്രമല്ലല്ലോ, അവർക്ക് മലയാളം അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടായോ? പറഞ്ഞു കൊടുക്കണം, മലയാള അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഓരോ കാര്യങ്ങളും മലയാള അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഓരോ ചിഹ്നങ്ങൾ ചേർക്കില്ലേ, ദീർഘം, വള്ളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ മാം, അതിനോടൊപ്പം മലയാളത്തിന്റെ റൈമും ഒക്കെ വേണ്ടേ? അങ്ങനെയല്ല, പിള്ളേരെ പിടിച്ചിരുത്താൻ വേണ്ടിട്ട് ഇതെല്ലാം വേണ്ടേ? മലയാളത്തിന്റെ റൈം നമുക്ക് ചെയ്യാം. കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിന് വേണ്ടിട്ട് അത് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ബോറിംഗ് ആവില്ല എപ്പോഴും നമ്മൾ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാല്. ഇടയ്ക്കിടയ്ക്ക് കഥകളും അതുപോലെ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തുക പഠിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക്. അങ്ങനെയാണ് കുട്ടികളുടെ എന്താ പറയാ അട്രാക്ഷൻ പിടിച്ചെടുക്കുന്നത്. അതൊക്കെ ആഡ് ചെയ്യുക. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ലേ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, ടെക്സ്റ്റ് ബുക്ക് നോക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് ആരുമില്ലേ? സൈൻ ഔട്ട് ഞാൻ പറയുന്നു. ഗ്രീഷ്മ പറഞ്ഞോളൂ. നമ്മള് ഇവിടെ ഈ ആഴ്ചത്തെ കോർഡിനേറ്റർ ഇല്ലാത്തതിട്ട് നമ്മൾ ഓൺവേർഡ്സിൽ എല്ലാവരും പറയാണ്. നമുക്ക് ഗുഡ് മോർണിംഗ് മാം, നമുക്ക് ഇന്ന് ക്ലാസ് എടുത്ത് തന്ന സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് തന്ന അശ്വതി മിസ്സിനും നമ്മുടെ ക്ലാസ്സില് ഇത്രയും നേരം ക്ലാസ് അറ്റൻഡ് ചെയ്ത നമ്മുടെ സ്റ്റുഡൻസിനും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ദിസ് ഈസ് സൈൻ ഔട്ട് ബൈ ഗ്രീഷ്മ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.